എന്താ നിന്റെ പേര്? ജോയി. എന്താ പണി? ഇറച്ചി കേട്ടോ സാറേ. ഈ പട്ടാളക്കാരനെ നടുറോഡിൽ വെച്ച് തല്ലിയെന്നൊരു പരാതി ഉണ്ടല്ലോ. സാറേ, രാവിലെ ഞാൻ പണിക്ക് പോകാൻ നേരത്തെ ഇയാൾ എന്നെ റോഡിൽ തടഞ്ഞു നിർത്തി രാജ്യദ്രോഹിന്ന് വിളിച്ച് നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സാറേ. അടി കൊടുത്തുകൊണ്ട് പണിക്ക് പോകാൻ പറ്റി. എന്തിനാ തടഞ്ഞു നിർത്തിയേ? സാറേ, ഇയാൾ എനിക്ക് മൊബൈലിലൊരു മെസ്സേജ് അയച്ചു. അതിന് ഞാൻ മറുപടി ഒന്നും അയച്ചില്ല. അതിനാ സാറേ. അതെന്തായിരുന്നു മെസ്സേജ്? സാറേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സാറ് പറഞ്ഞാൽ അതിന് മറുപടി അറിയിക്കുന്നുണ്ടോന്ന്. സാറേ, ഇയാൾക്ക് കോട്ടയം പെൻഷനും ഒക്കെ ഉണ്ട്. അത് പഠിച്ച് വാട്സാപ്പ് നോക്കി വീട്ടിൽ ഇരുന്നാൽ മതി. പണിക്ക് പോകാതെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള പാങ്ങൊന്നും എനിക്കില്ല സാറേ. പിള്ളേർ പട്ടിണിയാവും. സാറേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ടൈപ്പ് ചെയ്യാൻ നേരെയില്ലേ ഒരു സ്റ്റിക്കർ അയക്കാൻ മേലെ, ഫ്ലാഗിന്റെ സ്റ്റിക്കർ. ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയിട്ട് ഞാൻ വിളിപ്പിക്കാം. ഇന്ന് എന്തൊരു ദിവസമാണോ? എത്ര നേരമായി? എടാ, വണ്ടി വഴിയിലായി, അതാ ലേറ്റായി. ആണോ? നീ വല്ലതും കഴിച്ചോ? ഇല്ല. ഫോൺ തന്നു. അത് ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. വന്നേ. SI ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിർത്തി അപമാനിക്കുക. ആ CI ആണെങ്കിൽ സ്റ്റേഷനിലും വന്നിട്ടില്ല. ധന്യ നടന്ന പ്രശ്നമൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? ആ ഉണ്ണി അയത്തേട്ടനെതിരെ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. സംഭവം സീരിയസ് ആണ്. അയത്തേട്ടൻ SP ആയിട്ട് സംസാരിച്ചു. അപ്പോൾ സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കാനാണ് ധാരണ. അതിന് പോലീസുകാർക്ക് ധന്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ? എന്ത് സ്റ്റേറ്റ്മെൻറ്റ്? അയത്തേട്ടനാളെ വീട്ടിൽ കയറി തല്ലി എന്തിനാന്ന് അറിഞ്ഞായിരുന്നോ? കാര്യം അറിയില്ല. ഗ്രൂപ്പിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്നാ വീഡിയോ കണ്ടതല്ല കാര്യം. ചുമ്മാ ഒരു വൃത്തി കിടക്കല്ലേ. ചേച്ചിക്ക് ക്ലിപ്പ് അയച്ചു കൊടുക്കുക. ദേ, പേടിക്കണ്ട, ചേച്ചിയുടെ തന്നെ ക്ലിപ്പാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ക്ലിപ്പ് ആയി തന്നെ കയ്യിലെത്തി. സംഭവം കയ്യിൽ നിന്ന് പോയി. മാഡം, ചെല്ലു. ആ വിളിപ്പിച്ച് ചേട്ടനും ചെന്ന് നോക്കിയേ. ഇരിക്കെ. ആ ഇരിക്കുന്ന ആളെ അറിയോ? നെയ്ബറാണ്. നിങ്ങൾ ഈ അയൽവാസികൾ എന്ന നിലയ്ക്കുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു സാധാരണ അയൽവാസിയായിട്ടുള്ള ബന്ധം തന്നെ.